ത്രിയേക ദൈവത്തിന് സ്തുതി. 50 നോമ്പിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കേറെ പരിചിതമായ ഒരു വാക്യമാണ്. 2 വ്യക്തികൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഒരുവൻ പാപിയായ ചുങ്കക്കാരനും മറ്റൊരുവൻ നീതിമാനെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന പരീശനുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന്റെ കാലയളവിൽ നാം പ്രാർത്ഥിച്ചതുപോലെയാണ് പലപ്പോഴും പരീശനും പ്രാർത്ഥിച്ചത്. പരീശൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഉപവസിക്കുന്നവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ്. എന്നിട്ട് അവസാനം പറയുകയാണ്, ഈ ഇരിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന്. നോമ്പിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോൽക്കേണ്ടതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിയേണ്ടതാകും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നോമ്പ് നോക്കുന്ന നമ്മൾ നോമ്പ് നോക്കാതെയും ഉപവസിക്കാതെയും ഇരിക്കുന്ന പലരെയും പരിഹസിക്കാറുണ്ട്. അവരുടെ സാഹചര്യങ്ങളോ അവരുടെ പ്രതികൂലമായ അവസ്ഥകളോ ഒന്നും പരിഗണിക്കാതെ പലപ്പോഴും അവരെ കുറ്റപ്പെടുത്താറുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവരാണ്, നീതിമാന്മാരാണ് എന്നൊക്കെ സ്വയം വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജീവിതത്തെ കടന്നു പോകാറുണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ പറയുകയാണ്, നിന്റെ ദുർവിചാരങ്ങളെ വെടിഞ്ഞെങ്കിൽ മാത്രമേ നിന്റെ നോമ്പ് പരിശുദ്ധമായിട്ട് തീരുകയുള്ളൂ. ഈ പരീശന്റെ മനോഭാവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പും ഒരു പരിശുദ്ധ നോമ്പായിട്ട് വിശുദ്ധ ദിനങ്ങളായിട്ട് മാറ്റപ്പെടുകയുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ വേദഭാഗത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ആരെയും പുച്ഛിക്കാതെ ആരെയും പരിഹസിക്കാതെ മുന്നോട്ട് പോയവരായി തീരണം. എങ്ങനെ ഈ നോമ്പിന്റെ കാലയളവിൽ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് ആ പാപിയായ ചുങ്കക്കാരൻ. അവനറിയാം അവന്റെ കുറവുകളുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ അവന്റെ പാപക്കെട്ടുകൾ അവന്റെ തല താഴ്ത്തിക്കൊണ്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെയാണ്. ഒരുപാട് സൗഭാഗ്യങ്ങൾ ദൈവം തന്നു. ഒരുപാട് പണത്തിൻ്റെയും സമ്പത്തുകളുടെയും പുറകെയൊക്കെ നമ്മൾ പോയപ്പോഴും ദൈവം നമ്മെ കരുതി സ്നേഹിച്ചത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുവാൻ കാരണമായി തീരുന്നെന്ന ബോധ്യത്തോടുകൂടി എനിക്കൊത്തിരി കുറവുകളുണ്ട്, അതെൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് അതിനെ ഒന്ന് മാറ്റിക്കളയുവാൻ, അതിനെ ഒന്ന് തുടച്ചു നീക്കുവാനുള്ള അനുഭവത്തിന്റെ ദിനങ്ങളാണ്, അനുഗ്രഹത്തിന്റെ ദിനങ്ങളാണെന്ന് നോമ്പ് പരീശൻ ചുങ്കക്കാരൻ മനസ്സിലാക്കിയതുപോലെ നാമും മനസ്സിലാക്കണം.